ഞങ്ങളിതേ അപ്പൂൻ്റെ സ്കൂളിലോട്ട് പോവുകയാണേ. അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ പ്രോഗ്രാമുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ്. അപ്പോൾ അതേ ഞാനും അപ്പുവും കുഞ്ഞാപ്പും അപ്പുക്കുട്ടൻ്റെ അച്ഛനും കൂടിയാണ് പോണത്. കുഞ്ഞാപ്പു ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇവിടോട്ട് വന്നതിന് ശേഷം കുഞ്ഞാപ്പു അങ്ങനെ പുറത്ത് പോണത് കുറവാണ്. ചേച്ചിയുടെ കൂടെ അല്ലാണ്ട് ചേച്ചിയുടെ കൂടെയും എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇവരുടെ 3 പേരുടെ കൂടെ അല്ലാണ്ട് അവനങ്ങനെ പുറത്തോട്ട് വിടാറേ ഇല്ല. കാര്യം വേറൊന്നുമല്ല, ചേച്ചിക്ക് കുറച്ച് ലേറ്റായിട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പം ഞാൻ വലിയൊരു യുദ്ധം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവനെയും കൂടെ കൂട്ടിയത്. അവനും ഹാപ്പിയാണ്. ഈ വൈകുന്നേരം ഈ സൺസെറ്റൊക്കെ കണ്ട് ഈ ബീച്ച് റോഡ് വഴി പോകാൻ നല്ല രസമല്ലേ. എനിക്ക് രാവിലെ പിന്നെ ഈ വെയിലൊക്കെ താന്നതിന് ശേഷം ഈ ബീച്ച് റോഡ് വഴി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ഇവർ രണ്ടുപേരും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞും ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ ഇരുന്ന്. കൂടുതലും ഇന്ന് ഇത്തിരി പ്രശ്നം അപ്പുക്കുട്ടനായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ സ്കൂളിലെത്തി. അപ്പു ഇതൊക്കെ നേരത്തെ കണ്ടതുകൊണ്ട് അവന് വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുഞ്ഞാപ്പു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ഞാനും ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അവിടെ ഗ്രൗണ്ടിലോട്ടാണ് പോയത്. അപ്പം കുറച്ച് നേരം അവരവിടെ നിന്ന് ഓടിക്കളിക്കുമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല വേറെ എവിടെ പോയാലും നമ്മൾ ബാക്കിലായിരിക്കും നിൽക്കുന്നത്. പെട്ടെന്ന് പിള്ളേരെയും കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവർ വന്നതിന് ശേഷം ഞാൻ പോയി നിൽക്കാറ്. അങ്ങനെ കുറച്ച് നേരം സ്കൂളിൽ നിന്നു. 1-2 പ്രോഗ്രാംസൊക്കെ കണ്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. കാര്യം വേറൊന്നുമല്ല, ചേച്ചി പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാണ് വിട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വിട്ടത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് പിന്നെ ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൂന് എപ്പോൾ വന്നാലും ഈ വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം, ഇല്ലാതെ വരത്തില്ല. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടി ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകാനായിട്ട് ഇറങ്ങി. തിരിച്ച് വരുന്ന വഴി നമ്മളവിടെ ബീച്ചിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കടലയും ജ്യൂസും പിന്നെ ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു, ലോഡഡ് ഫ്രൈസ് അതെല്ലാം മേടിച്ച് കഴിച്ചു. എൻ്റെ ചേച്ചി പറയുമോ ഒന്നും കഴിക്കില്ല, ഒറ്റയ്ക്കൊന്നും കഴിക്കില്ല എന്ന് പറയും. പക്ഷെ അവൻ കുഴപ്പമില്ല. അല്ലെങ്കിലും പിള്ളേർ അമ്മമാരുടെ അടുത്തല്ലേ ഇതെല്ലാം കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇവൻ നല്ല രീതിയിൽ തന്നെ ഇരുന്നു. കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരെയും കൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാനും ഹാപ്പി ആയിരുന്നു. അങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.